പള്ളി വരുന്നതിന് ഡ്രസ് കോഡുണ്ടോ? ഏതാ? അതെന്താ വെള്ള? നിങ്ങൾക്ക് സഭ തന്ന ആദ്യത്തെ വസ്ത്രം വെള്ള വസ്ത്രമാണ്. മാമോദിസ തൊട്ടിയിൽ നിന്നും സ്വീകരിക്കുമ്പോൾ തലത്തൊടുന്ന ആൾ വെള്ള വസ്ത്രത്തിലേക്കാണ് ഈ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. അത് പ്രകാശത്തിൻ്റെ അങ്കി ധരിപ്പിക്കുകയാണ്. ആ ആൾ ജീവിച്ച് പ്രായപൂർത്തിയായി മരിക്കുന്നു. പള്ളിയിൽ നിന്ന് ആ ആളിനെ അവസാനമായി സെമിത്തേരിയിലോട്ട് എടുക്കുമ്പോഴും പള്ളിയിൽ വെച്ച് അയാളുടെ മുഖം മൂടുന്നതും വെള്ള തുണി കൊണ്ടാണ്. പിന്നെ വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നു, കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നവരെല്ലാം വെള്ള നിലയങ്കി ധരിച്ച് വന്നവരാണ് എന്ന്. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സിംഹാസനമുണ്ട്. അത് നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞെന്താ? ത്രോണോസിൻ്റെ മുമ്പാകെ. അതുകൊണ്ട് ത്രോണോസിൻ്റെ മുമ്പാകേക്ക് വരുമ്പോൾ എപ്പോഴും എന്ത് ധരിച്ച് വരണം? എന്ത് ധരിച്ച് വരണം? വെള്ള വസ്ത്രം ധരിച്ചാണ് വരേണ്ടത്. ഇപ്പം ഇതിനകത്ത് തന്നെ ടീഷർട്ടും ജീൻസും ഒക്കെ ഉള്ളവരില്ലേ? ഉണ്ടോ? ഇതേണ്ടിരിക്കുന്നത് എൻ്റെ മുമ്പേ ഇരിക്കുന്നു. അപ്പോൾ ടീഷർട്ടും ജീൻസൊക്കെ ഇട്ട് ഏറ്റവും കുറഞ്ഞ ഞായറാഴ്ചയെങ്കിലും വരാതിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഉണ്ടല്ലോ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലേ? അവിടെ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും സമ്മതിക്കുമോ ഒരു ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിയല്ലേ? അതെന്താ? അവിടെ ഒരു നിയമമുണ്ടല്ലേ? എൻ്റെ ചോദ്യം, ഈ മദ്ബഹായും ത്രോണോസും ഒക്കെ ആ സ്കൂളിനെക്കാട്ടിൽ ഉയർന്ന ലെവലിലാണോ താണ ലെവലിലാണോ? അങ്ങനെയാണെങ്കിൽ കാഷ്വൽ ഡ്രസ്സിട്ട് വരാനൊക്കെ കാഷ്വൽ ഡ്രസ്സിട്ട് വരാനൊക്കത്തില്ല. ഇത് കാഷ്വൽ അല്ല. തന്നെയുമല്ല, യേശു തമ്പുരാൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴാണ് ഏറ്റവും ഒഫീഷ്യലായത്. വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക. ബാക്കി എല്ലായിടത്തും സിമ്പിളായിരുന്നല്ലോ കർത്താവല്ലേ? ഒരു കാര്യവും കർത്താവ് ചോദിച്ചിട്ടില്ല. കുർബാന സ്ഥാപിച്ചപ്പോൾ പറഞ്ഞു വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നാണ്? അത് കാഷ്വൽ അല്ല, അത് ഒഫീഷ്യലാണ്. അതുകൊണ്ടാണ് അങ്ങനെ കർത്താവ് ആ ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയും, ഒരിക്കലും വിശുദ്ധ ആരാധനയിലുള്ള സംബന്ധം, അപ്പോൾ ധരിക്കുന്ന വസ്ത്രം ഒന്നും കാഷ്വലാകാൻ പാടില്ല. പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു ശുശ്രൂഷക്കുപ്പായം, ഒരു ശുശ്രൂഷക്കാരനെ ഞാൻ കണ്ടത് പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ശുശ്രൂഷക്കുപ്പായം ഇട്ടിട്ടുണ്ട്. ആ ആൾ ഒരു ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ടീഷർട്ടിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ഈ കുപ്പായത്തിനകത്തൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കാണാം. അപ്പം ഞാൻ അവൻ്റെ നെഞ്ചത്ത് വായിച്ചു, കിസ് മീ. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, ശുശ്രൂഷക്കുപ്പായമൊക്കെ ഇടും, പക്ഷേ അതിനകത്ത് എന്താണെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള ഇതാണ്, വെള്ള വസ്ത്രധാരികളായി മദ്ബഹാ ശുശ്രൂഷകർ പള്ളിയിൽ വരിക.